ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? അൽഹംദുലില്ലാ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, സുഖമായിട്ട് റാഹത്തായിട്ട് ഇരിക്കുന്നു കേട്ടോ. പിന്നെ വീഡിയോസ് കഴിയുമ്പോലൊക്കെ അങ്ങോട്ട് ഇടും. നിങ്ങളൊക്കെ ഒന്നാണ് കണ്ട് സപ്പോർട്ട് ചെയ്ത് തന്നാൽ മതി. എപ്പോഴും വീഡിയോസ് ഇല്ലെങ്കിലും കഴിയുന്ന രീതിയിൽ ഇടലുണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ കുഞ്ഞു വിശേഷം ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി കേട്ടോ. പിന്നെ ഇത്തിരി തിരക്കിലാണ് അല്ലേ, ഒക്കെ പാക്ക് ചെയ്യണ തിരക്കിൽ എണീറ്റ് പോകുന്നതാട്ടോ. രാവിലെ ഞാൻ ചോറൊക്കെ ഉണ്ടാക്കിക്കാണ്ടേ ഷെയ്മോൾക്ക് ഏതായാലും പോകുമ്പോൾ ചോറുണ്ടാക്കണമല്ലോ. അപ്പോൾ ചോറും ഉണ്ടാക്കും. പിന്നെ എന്തെങ്കിലും ഉരുളങ്കിഴങ്ങ് ഉപ്പേരിയോ മുട്ട പൊരിച്ചലോ എന്തെങ്കിലുമൊക്കെ ഓൾക്ക് ലേസം ഉണ്ടാക്കി വെക്കും കേട്ടോ കൊണ്ടുപോകാൻ. അപ്പം അതിൻ്റെ ബാക്കിയുണ്ടല്ലോ അതങ്ങോട്ട് എടുത്ത് വെക്കും. എന്നാൽ പിന്നെ എന്താണോ ഉച്ചക്ക് പൈച്ച് കുഴങ്ങി പരക്കം വാങ്ങി വരുമ്പോഴേ അതെങ്കിലും തിന്നാം. കാക്കും ഞാനും അതന്നെ തിന്നല് കേട്ടോ. ബേബിയാൾ പിന്നെ കഞ്ഞി എന്തെങ്കിലും കുടിച്ചും, മമ്മിയും കഞ്ഞി കുടിച്ചും. മമ്മാക്ക് പിന്നെ ഇപ്പോൾ തീരെ വെയ്യല്ലോ, മമ്മാക്ക് കാര്യമായിട്ട് ജ്യൂസാട്ടോ. മമ്മാക്കില്ലതാണ് ഇപ്പോൾ ഈ ജ്യൂസ് അടിച്ചത് ഞാൻ കേട്ടോ. ഓരോരോ നേരം ഇങ്ങനെ ജ്യൂസ് കൊടുക്കലാണ്. രാവിലെ പാലോ അല്ലെങ്കിൽ ചായ ഒന്നും നേർക്ക് അങ്ങോട്ട് കുടിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ പിന്നെ നല്ലോണം ചൂടാറിയിട്ടൊക്കെ കൊടുക്കണം. ചായയൊക്കെ ചൂടാറിയാൽ പിന്നെ എന്തിനാ പറ്റുമല്ലേ. അപ്പോൾ ഇത്തിരി പാലോ ആ പാലിൽ ഈ മുട്ടൻ്റെ വെള്ളം ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങോട്ട് അടിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കും കേട്ടോ. അതിങ്ങനെ കൈയും പോലെ കുടിക്കുമ്മ. പിന്നല്ലത് ഉച്ചക്ക് ഇതേപോലെ മൂസമ്പി എന്തെങ്കിലുമൊക്കെ ജ്യൂസ് അടിച്ചുകൊണ്ട് അതും കൊടുക്കും. രാത്രിക്ക് പിന്നെ എന്തെങ്കിലും ജ്യൂസ് അടിച്ച് ഇതേപോലെ ഈത്തപ്പഴമൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളിവിടെ ലേഹല്ലോ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെ നട്സ് പൊടി ഉണ്ടാവും, അത് കുറുക്കിക്കാണ്ട് അയച്ചുകാണ്ട് കൊടുക്കണം കേട്ടോ. കോരി തിന്നാനും ചോറ് ചവച്ചരക്കാനും നമ്മളെ പോലെ അപ്പം പുട്ട് ഇതൊന്നും തിന്നാനൊന്നും കഴിയില്ല. അപ്പോൾ കഴിയണ രീതിയിൽ അങ്ങോട്ട് കൊടുക്കും. എന്താ വെച്ചാൽ ട്യൂബ് ഊരിയല്ലേ, ട്യൂബ് ഇപ്പോൾ 3-4 പ്രാവശ്യം നമ്മൾ ഇട്ടതല്ലേ. പിന്നെ ഇനിയിപ്പോൾ ഡോക്ടർ ഇങ്ങനെ വിളിച്ചു വെച്ചാൽ മെനക്കട തന്നെയാണ്. ഡോക്ടർമാർക്ക് വരാനും ഇടങ്ങേറാണ്, പോയി കൊണ്ടുവരാനും ഇടങ്ങേറാണ്. ഉമ്മക്ക് ഇത് കാണുമ്പോൾ ഇമ്മാൻ്റെ ഇടങ്ങേറും നമുക്ക് കാണണം അല്ലേ. പിന്നെ പൈസക്കും ചിലവാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഡോക്ടർമാരെ വിളിച്ചുകൊണ്ടിരുമ്പോൾ 3-4 വട്ടം വരുമ്പോൾ തന്നെ മെനക്കടല്ലേ. ഈ സാധനം വാങ്ങണ പോലെ വിളിച്ചണ റേറ്റും കാര്യങ്ങളും പെരയിൽ വരണ്ടേ ഓലും സിസ്റ്ററൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ അതങ്ങോട്ട് ഒഴിവാക്കി കേട്ടോ. അതാണ് നിർത്തി വെച്ചു. ഇനി കഴിച്ചണ പോലെ നമുക്ക് ഇങ്ങനെ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് അരച്ച് കലക്കി കണ്ടാണ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ കുടിപ്പിച്ചു കേട്ടോ. കുടിച്ചൂല, ചിലപ്പോൾ അങ്ങോട്ട് തുപ്പും, ചിലപ്പോൾ അങ്ങോട്ട് എറിയും. ക്ലാസ് ഇങ്ങനെയൊക്കെ കാട്ടും പിത്തന. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മൂസാമ്പി ഞാൻ അവിടെ എഴുതായിരുന്നു കൊറിയർ. ഒരു 10-11-12 മണിയായപ്പോഴേ ഇച്ചിങ്ങനെ ഒരു വെപ്രാളം കേട്ടോ. ഉമ്മാക്ക് ഇനി പൈച്ചുണ്ടോ നമുക്കൊരു ആദ്യമായിരിക്കൂലേ. പക്ഷെ അല്ല പൈച്ചണില്ല പറയട്ടോ, വിശക്കണില്ല എന്ന് പറയും. എന്നാലും നമുക്കൊരു ഇടങ്ങേറാണ്. കാരണം ഈ ഗുളികയൊക്കെ നമ്മൾ അരച്ച് കലക്കിയും ഇതാക്കി കണ്ടൊക്കെ കൊടുക്കുമ്പോഴേ നമുക്കിപ്പോൾ ഒരു പാരസെറ്റാമോൾ കുടിച്ചാൽ നിങ്ങൾക്ക് അറിയാലേ വജും കാലൊക്കെ കുഴച്ചിൽ തുടങ്ങും. കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കഞ്ഞി എന്തെങ്കിലുമൊക്കെ കുടിച്ചാൽ. അപ്പോൾ ഞാൻ എന്താ കേട്ടോ ഒരു 11-12 മണിയാകുമ്പോൾ ജ്യൂസ് എന്തെങ്കിലുമൊക്കെ കലക്കി കൊടുക്കും, അടിച്ചു കൊടുക്കും. ഒക്കെ ലേസം മൂസമ്പിയോ അപ്പോഴോ എന്തെങ്കിലുമൊക്കെ ലേസം കൊടുന്ന് വെക്കും ഞാൻ. കുട്ടികളില്ല പെരയാണ്, നിങ്ങൾക്കറിയാം എത്ര കൊടുന്ന് വെച്ചാലും കാണൂല. അപ്പം ഞാൻ ഉമ്മാക്കില്ലത് 2-3 അങ്ങോട്ട് പാത്തൊക്കെ കിട്ടോ, അലമാറിയിലോ അല്ലെങ്കിൽ സെൽഫിലോ എവിടെയെങ്കിലും കുട്ടികൾ കാണാത്തോടത്ത് എടുത്തു വെക്കും. വെക്കാത്തവർക്ക് നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. നമുക്കിപ്പോൾ കുട്ടികൾക്കായാലും ചോറും കഞ്ഞിയും പഴവും ഒക്കെ നമുക്ക് തിന്നാൻ വെക്കുമല്ലോ. നമുക്ക് അതൊന്നും തിന്നാൻ വെക്കൂലല്ലോ. അപ്പോൾ ആ കൊറിയർ എഴുതണീൻ്റെ അടിയിൽ കൂടെ പോഞ്ഞ് വന്നാട്ടോ ഞാൻ ഇത്തിരി ജ്യൂസ് അങ്ങോട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചും സമാധാനമാണ്. പിന്നെ ഞാൻ ചോറ് തിന്നുമ്പോഴേ 2 ഉരുളയൊക്കെ ഒന്നുകൊണ്ട് നല്ലോണം കൈകൊണ്ട് ഞെരടിയിട്ടൊന്ന് വായിൽ വെച്ച് കൊടുക്കും കേട്ടോ. ചിലപ്പോൾ അതിങ്ങനെ വായിൽ വെച്ച് കണ്ട് ഒന്നിങ്ങോട്ട് ഇറക്കും, ചിലപ്പോൾ ഇറക്കൂല. അപ്പോൾ ബേബിയാൾ മണ്ടി എന്നാട്ടോ എവിടുന്ന് അമ്മക്ക് മൂസമ്പി കിട്ടിയത് കരുതി കണ്ട് ഉണ്ടെങ്കിൽ അവിടെ മുന്നിൽ കൊട്ടയിലൊക്കെ വെക്കലാണ് കേട്ടോ. അവിടെ നമ്മളെ ഉള്ളിക്കോട്ട അവിടെ എവിടെയെങ്കിലൊക്കെ വെച്ചാൽ ഓൾക്ക് ഇഷ്ടമാണ്, തിരുപ്പതിയാണ്. അപ്പം അങ്ങനെ കൊടുക്കും. ഇപ്പം ഇങ്ങനെ ചെറുതായിട്ടൊക്കെ നമ്മളങ്ങനെ വാങ്ങിച്ചു കൊടുക്കലുണ്ട് കുട്ടികൾക്ക്. ഇപ്പം ബേബിയാളില്ലേ അപ്പം നമ്മൾ ലേഹൊക്കെ വിറ്റ് കണ്ട് അപ്പം നമ്മളടുത്ത് കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ മക്കൾക്കും നമുക്കൊക്കെ കുറച്ചൊക്കെ ഒരു ഹെൽത്തി കിട്ടണ്ടേ. അപ്പം അങ്ങനെ വാങ്ങി കൊടുക്കലുണ്ട്. പിന്നെ ഇപ്പം നിങ്ങൾക്ക് അറിയാം ഇവിടെ എത്ര കൊടുന്നാലും തേയില. കുറേ കുട്ടികളിലെ വീടല്ലേ, നിങ്ങൾക്കൊക്കെ അറിയാം. 2 കുട്ടികളില്ലോൽക്കും 3 കുട്ടികളില്ലോൽക്കൊക്കെ അറിയാം. 5-6 ഉണ്ട് എന്നറിയാം. ചെറുതും വലുതൊക്കെ ഒരുപോലെ ആരും. ഈ അമൂലിൻ്റെ പാല് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടില്ല കേട്ടോ. ഉമ്മാക്ക് വാങ്ങിക്കൊണ്ടിരുന്നതാണ് കേട്ടോ. ഉമ്മാക്ക് പാല് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാവിലെ എണീറ്റ് പോവണം, നേരത്തെ പോകണം സൊസൈറ്റീൻ്റെ പാല് കിട്ടണമെങ്കിൽ. ഇവിടെയൊന്നും പശുക്കളൊന്നുമില്ല കേട്ടോ. നമ്മളവിടെ കുറേ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ഇവിടെ പശുക്കളൊന്നുമില്ല. പിന്നെ അവിടുന്ന് കൊണ്ടുവരണം. അതിൻ്റെ മെനക്കേട് വല്ലാത്ത മെനക്കേട് തന്നെയാണ്.
അപ്പോൾ അവിടെയും പേടിയും പീടിയിലൊക്കെ വെക്കും കുപ്പി. പിന്നെ ഈ കുട്ടികളോട് നമ്മൾ പറയണം, നിങ്ങൾക്കൊക്കെ അറിയാം, ഓലോടൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ പന്ത് കളിച്ചാൻ പോവുകയോ ഒക്കെ ആരും പിന്നെ വരുമ്പോഴത്തിന് കേട് വരും പോലെ. അപ്പോൾ പിന്നെ ആ പരിപാടി നിർത്തി. ഇവർക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ രാവിലെ സൊസൈറ്റിയിൽ നിന്ന് പാല് വാങ്ങലാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീക്കാനൊരു മടിയാണ്. ഒന്നാമത് ഉറക്കമല്ല, രാത്രി തന്നെയല്ലേ പണി, കൊറിയർ ചെയ്താലും ഉമ്മമാനെ നോക്കണം പണി തന്നെയല്ലേ. അപ്പോൾ പിന്നെ അത് മറക്കൂട്ടോ. ചിലപ്പോൾ കാക്കു രാവിലെ ചുമ്മാനക്ക് മദ്രസ് കൊണ്ടേക്കാൻ പോകുമ്പോഴൊക്കെ വാങ്ങിക്കൊണ്ടുവരും കേട്ടോ, 50 റുപ്യക്ക് പാലൊക്കെ. അപ്പം അങ്ങനെ കൊടുക്കും. ഇപ്പം ഇമ്മമ്മക്ക് ഞാൻ എന്താ കാട്ടിൽ വെച്ചാൽ ഈ പാല് കൊണ്ടുവരും. ഇത് പിന്നെ നമുക്ക് എന്താ കാച്ചൊന്നും വേണ്ടല്ലോ, അങ്ങനെ കൊടുക്കാം അല്ലേ. അപ്പോൾ ഇമ്മമ്മക്ക് ഭയങ്കര തീർപ്പേതിയാണ് പാല് കേട്ടോ. ഞാൻ ആപ്പിളൊക്കെ അടിച്ചുമ്പോൾ അതിൽ ലേസം പാർന്നിക്കാണ്ട് അതിൽ ലേസം വെള്ളം ഒഴിച്ചാൽ നല്ലൊരു ക്രീമി ആയി കിട്ടും. എന്തെങ്കിലുമൊക്കെ പള്ളിയിലാവട്ടെ എന്ന് കരുതിയിട്ടാട്ടോ. നമുക്ക് ചോറും കഞ്ഞിയൊക്കെ പള്ളാർച്ച് തിന്നണ പോലെ അമ്മമ്മക്ക് വേക്കൂലല്ലോ. കുറേ ഗുളികയൊക്കെ കുടിച്ചണല്ലേ, ഗുളികയൊക്കെ കഴിച്ചണ പോലെ കുടിച്ചു കേട്ടോ. എന്താണെന്നോ എന്നെ പേടിച്ചിട്ട് ഈ ട്യൂബ് ഇടിപ്പിച്ചും കരുതിയിട്ടേ. ട്യൂബ് ഇടാൻ വല്ലാത്ത ഒരു ഇടങ്ങാറ് തന്നെ, നമുക്ക് കാണുന്നവൽക്കും ഇടങ്ങാറാണ്, ഓൽക്ക് ഭയങ്കര ഗതികേടാണ്. തൊണ്ട വേദന ഉണ്ട് ഇടീന്ന് ഇങ്ങനെ പറയട്ടോ. ബോധം ഇല്ല ടൈമിലും അങ്ങനെ പറയും. നമുക്കൊരു ഇടങ്ങാറല്ലേ കേൾക്കുമ്പോൾ. അപ്പോൾ അത് പേടിച്ചിട്ടേ കൊച്ചണ മാതിരി ഉമ്മ കുടിച്ചു. ഞാനിങ്ങനെ ചീത്തയൊക്കെ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ കുടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ട്യൂബ് ഇടേണ്ടി വരും. നമ്മൾ കുട്ടികളെ നോക്കുമല്ലോ, നിങ്ങളോട് ഞാൻ പറയില്ല, മിന്നുവിനെയും പൊന്നുവിനെയും നോക്കണ പോലെ നോക്കണം. അപ്പം ബേബിയാക്കാണ് ലേസൺ കൊടുത്താലേ ഓല ജ്യൂസ് അടിച്ചിട്ട് ഒച്ച കേട്ടിട്ട് ഓടി വന്നാട്ടോ. മിക്സിൻ്റെ ഒച്ച കേട്ടാൽ ഓല് ഓടി വരും. അതിനിപ്പോൾ തേങ്ങ അരക്കുകയാണെങ്കിലും വണ്ടി വരും കേട്ടോ. കാരണം ഓല് ജ്യൂസ് അടിച്ചാണ് കരുതിയിട്ടേ. ഓൾക്ക് ഭയങ്കര തീർപ്പതിയാണ്. മിന്നും പൊന്നും ഉണ്ട് കേട്ടോ. ലീനുമോള് സ്കൂളിൽ പോയിട്ടുണ്ട്, ചുമോളും സ്കൂളിൽ പോയിട്ടുണ്ട്, ഷെയ്മോളും റിതുമൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ ആ ചോറ് അങ്ങനെ വെച്ച് പിന്നെ കൂട്ടാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ കുത്തർന്നാൽ എന്താണെന്നോ ഇന്നത്തെ കൊറിയർ പോലെ രാവിലെ തൊട്ട് ഉച്ച വരെ നമുക്ക് പോസ്റ്റ് സർവീസിൻ്റെ തിരക്കായിരിക്കും. 12:30 മണിയാകുമ്പോഴത്തിന് മലപ്പുറത്ത് ഇവിടെ മുണ്ടുപറമ്പിൽ കൊണ്ടേ കൊടുക്കണം കാക്കു കേട്ടോ. അപ്പോൾ അത് പാക്കിങ് കാക്കു ചെയ്യണം, കൊറിയർ ചെയ്തതിനും ഒക്കെ തിരക്കാരം. ഒരു 12:30 മണി വരെ. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വേഗം കുളിയ നിസ്കാരം അങ്ങനത്തെ ഒക്കെ കഴിച്ചുകാണ്ട് ചോറൊക്കെ വാരി തിന്നേരം. കൂട്ടാനൊന്നും ഉണ്ടാക്കാൻ ഒഴിവുണ്ടാവില്ലല്ലോ. പിന്നെ കൊറിയർ വിടാമല്ലോ, തിരക്കായി കൊറിയർ സർവീസ് പിന്നെ ഇച്ചിരി 8 മണി വരെയൊക്കെ എല്ലോണ്ട് ആ ഒരു മന കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യലൊക്കെ ഒരു നേരത്തെ നമ്മൾ നോക്കൂട്ടോ. ഇത് കണ്ടോ, ഇത് കൊറിയർ ചെയ്തതിൻ്റെ അടിയിൽ പോയതാ. ഞാൻ ഓലോട് പറയാട്ടോ, കൊറിയർ തുടരുത് എന്ന് എഴുതി വെച്ച് പോയി കഴിഞ്ഞാൽ പേടിയാണ്. അത് കീറിയിട്ട് കഴിഞ്ഞാൽ സാധനം വിട്ടാൽ ഞാൻ ഡിലീറ്റ് ചെയ്യും. കൊറിയർ എഴുതി കഴിഞ്ഞാൽ ഞാൻ ഡിലീറ്റ് ചെയ്യും ഫോണിൽ നിന്ന്. മറ്റെന്താണെന്നോ കണ്ടമാന വോയിസും ഇതിങ്ങനെ പൈസ അടിച്ച് സ്ക്രീൻഷോട്ട് ഇടുമ്പോഴേ പിന്നെയും അത് വിട്ടോൽക്ക് തന്നെ വിട്ടുകൊണ്ട് നിൽക്കുകയല്ലേ. അപ്പം അത് കീറിപ്പോയാൽ പിന്നെ ഒരു രക്ഷയില്ല. പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചാന്നല്ലാതെ കട്ടില കാണിച്ചെന്നാൽ എന്താ വെച്ചാൽ അതൊരു കട്ടില വാങ്ങിയതാട്ടോ. അമ്മമാൻ്റെ അടുത്ത് കിടക്കാൻ ഇത്താത്ത വരുമ്പോൾ കിടക്കാം, ഞാൻ കിടക്കും. ഞാനിപ്പോൾ വല്ലാതെ കിടക്കില്ല, ഞാനിവിടെ ഈ ഇതിൻ്റെ അടിയിലാണ് കിടക്കൽ കേട്ടോ. ഈ വാതിൽ കട്ടിലുണ്ടല്ലോ ഡൈനിങ് ഹാളിൻ്റെ, അവിടെ കിടക്കും. ഇങ്ങനെ നമ്മൾ എന്താ നടന്നു പോണ വഴിയില്ലേ ആ ഭാഗം കിടക്കും. തല മമ്മാൻ്റെ ഭാഗത്തേക്കാക്കിക്കാണ്ട് കേട്ടോ. ഞാൻ അയിമ പോയി കിടന്നാലും മിന്നും പൊന്നും ഉണ്ടാവും. അപ്പം എല്ലാവർക്കും കൂടി കിടക്കാൻ കഴിയില്ല. ഇവിടെ കിടന്നാൽ എനിക്ക് വേഗം നോക്കാൻ കഴിയും കേട്ടോ. ഇവിടെ കിടന്നുകാണ്ട് താഴത്തല്ലേ കിടക്കണത്. അവിടെ ഷെയ്മോള് കിടക്കും കേട്ടോ. ഷെയ്മോൾ ഉറങ്ങാനേക്കൂല, നേരെ വെളുക്കോളം ഇങ്ങനെ തന്നെ കാട്ടും. പിന്നെ കാലവിടെ കയറ്റി വെക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ചിക്കാണ്ട് താങ്ങിക്കാണ്ട് കുഴങ്ങും. കുറച്ചാണ്ട് കയറ്റി നിർത്തി കഴിഞ്ഞാലേ അതിങ്ങനെ പൊന്തിച്ചൊക്കെ ചെയ്യാം. അമ്മക്ക് അടുക്കണ ഭാഗം കേട്ടോ. പക്ഷെ അങ്ങോട്ട് നീക്കണ്ടേ. അമ്മക്ക് പല സ്വഭാവം ഇപ്പം ഭയങ്കര ചെന്നിയായിട്ടേ അങ്ങനെ പിരാന്ത് പറഞ്ഞുകൊണ്ട് കേട്ടോ. അപ്പം ജ്യൂസ് കൊടുക്കുകയാണ്, കുടിച്ചണില്ല. അപ്പം ഞാനിങ്ങനെ കാട്ടുകയാണ് അമ്മക്ക് വേണ്ടാറിന് കണ്ട് പിന്നെ അവസാനം ക്ലാസ് വലിച്ചെറിഞ്ഞു കേട്ടോ. പൊന്നും മിന്നും എന്താ കേട്ടോന്നോ, എന്ത് സാധനം കിട്ടിയാലും കൊണ്ടേ കൊടുക്കും. ഇമ്മ ചോദിച്ചും ഈ റംബുട്ടാൻ എന്തേലൊക്കെ കൊടുന്നാലേ എനിക്ക് പേടിയാണ്. ക്ലാസ് വലിച്ചെറിഞ്ഞു കേട്ടോ. ദേഷ്യം കൊണ്ട് വലിച്ചെറിയണാണ്. അങ്ങനെ കാട്ടുമല്ലോ. പിന്നെ താത്ത വിളിച്ചപ്പോൾ പറയുന്നുണ്ട്, കോരോസനാദ്യം എന്തെങ്കിലും കൊടുത്തോക്കടി പറയുന്നുണ്ട്. ഇങ്ങനെ നിരങ്ങി പോരുന്നതാണ്. പിന്നെ ഞാൻ വലിച്ച് കയറ്റിയിട്ട് മേലേക്ക് വെക്കൂട്ടോ. പിന്നെ എന്താ വ്ളോഗ് ഇടാൻ, അടുക്കളയിൽ പണിയിടാൻ ഒന്നിപ്പോൾ ഒഴിവില്ലാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചുരുക്കം മനസ്സിലായില്ലേ. രാവിലെ ഞാൻ കൊറിയർ ചെയ്തണേയും അമ്മാനെ കുളിപ്പിച്ചണേയും ഒക്കെ തിരക്കാരം. ഇപ്പം നടക്കാനും വയ്യ, ആകെ വിറയലാണ് കേട്ടോ. റിതു ഉണ്ടാകുമ്പോൾ റിതു അങ്ങോട്ട് താങ്ങി പിടിച്ചിക്കാണ്ട് കൊണ്ടുപോയി ഇരുത്തിയിരുന്നു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കാക്കു കൊണ്ടുപോയി ഇരുത്തി തന്നെ. കുളിപ്പിക്കലൊക്കെ പിന്നെ ഞാനങ്ങനെ കസാലയിലൊക്കെ ഇരുത്തിക്കാണ്ട് കുളിപ്പിക്കും കേട്ടോ. അമ്മക്ക് കഴിച്ചണ മാതിരിയാണ് കാട്ടിക്കൂട്ടും. എല്ലാം നേരമായിട്ട് ഇപ്പോൾ ഒന്നിനും കൂടൂല. എന്നിപ്പം
നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ആരും ഇല്ലാത്തവർക്ക് പഠിച്ചോ ഉണ്ടാവും. അത്രേ ഞാൻ കരുതലുള്ളൂ കേട്ടോ. നിങ്ങൾക്കത് ദുആയിൽ ഉൾപ്പെടുത്തുകൊണ്ട്. അസ്സലാമു അലൈക്കും.